ഇന്ന് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ശിശുദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മക്കളെ മാപ്പ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു ജാലവിദ്യാ പരിപാടി അല്ല. പച്ച വെളിച്ചത്തിൽ യാതൊരു മാന്ത്രിക ചലനങ്ങളും ഇല്ലാതെ ഒരു പച്ചവേഷത്തിൽ അവതരിപ്പിക്കുന്ന ജാലവിദ്യാ പരിപാടി. കാരണം ഇതിനകത്ത് പച്ചയായ ചില സത്യങ്ങളുണ്ട്. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരത, പിഞ്ചു ബാല്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, അവഗണനകൾ, അവയ്ക്കെതിരെ ചിന്തയുണ്ടാക്കുന്നതാണ് ഈ ജാലവിദ്യയുടെ പ്രമേയം. ഭ്രൂണാവസ്ഥയിൽ തുടങ്ങി ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന ഘട്ടത്തിലും അതിനുശേഷം പിച്ച വെച്ച് നടക്കുമ്പോഴും കൊഞ്ചി പറഞ്ഞു തുടങ്ങുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എന്തിന് സ്വന്തം ഭവനത്തിലും ഇന്ന് ക്രൂരത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുന്നിൽ മിന്നിമറയുന്നു. അടിമാലിയിലെ ഷഫീഖ്, തിരൂരിലെ നാടോടി ബാലിക, ബിലാത്തിക്കുളത്തെ അദീതി തുടങ്ങി ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ജാലവിദ്യയുടെ പ്രമേയം. ഇന്ന് ശിശുദിനമാണ്, ചാച്ചാജിയുടെ ജന്മദിനം. ഓരോ കുഞ്ഞും ദൈവങ്ങളാണ്. കുഞ്ഞു കവിളുകൾ റോസാപ്പൂക്കളെ പോലെ ചുവന്ന് തുടുത്തിരിക്കുന്നു. ആ റോസാപ്പൂക്കളെ നെഞ്ചോട് ചേർത്ത് വെച്ച ചാച്ചാജിയുടെ ജന്മദിനമാണ് ഇന്ന് ശിശുദിനമായി ആഘോഷിക്കുന്നത്. പക്ഷേ ഈ ദിവസം ഒരു ശിശുദിന സന്ദേശ ദിനമായി നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാം തുടങ്ങുന്നത് ഒരു വീട്ടിലാണ്. നമ്മുടെ ജാലവിദ്യ ആരംഭിക്കുന്നതും ഒരു വീട്ടിലാണ്, ഒരു കൊച്ചു വീട്ടിൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. മാജിക് ഇഷ്ടമാണോ മോക്ക്? ഇഷ്ടമാണോ? മാജിക് കാണിക്കട്ടെ ഞാൻ. ഒരു കുടുംബം സന്തോഷത്തോടു കൂടി കഴിയുന്നത് അവിടെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണ്. കുഞ്ഞുങ്ങൾ പിച്ച വയ്ക്കുമ്പോഴാണ്, അവരിൽ ചുവരിൽ നിറയെ കുത്തി വരയ്ക്കുമ്പോഴാണ്. അപ്പോഴാണ് കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നത്. പണ്ടൊരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ പണ്ഡിത സദസ്സിനോട് ചോദിച്ചു, എൻ്റെ നിലവറയിൽ ധാരാളം രത്നങ്ങളുണ്ട്, മുത്തുണ്ട്, പവിഴമുണ്ട്, മരതകമുണ്ട്, മാണിക്യമുണ്ട്, നിറയെ രത്നമുണ്ട്. അങ്ങ് പറയൂ, ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രത്നം എന്നുള്ളത്. പണ്ഡിതരെല്ലാം പരസ്പരം മുഖത്തേക്ക് നോക്കി, കാരണം ഉത്തരം അവർക്കറിയില്ലായിരുന്നു. ആ സമയത്ത് വരരുചി മഹർഷി എണീറ്റ് പറഞ്ഞു, ഇതിനുള്ള ഉത്തരം എന്നെ പറയുവാൻ അനുവദിക്കണം പ്രഭോ എന്ന്. വിക്രമാദിത്യൻ പറഞ്ഞു, വരരുചിയുടെ വാക്കുകൾ പിഴക്കില്ലെന്നറിയാം, പറയട്ടെ ഉത്തരം എന്നുള്ളത്. വരരുചി മഹർഷി പറഞ്ഞു, അങ്ങ് പറഞ്ഞ രത്നങ്ങളൊന്നുമല്ല ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ രത്നം. അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നമുണ്ട്. അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത്, അതാണ് കുടുംബം. ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ പോലെ കാണുന്ന സമയത്താണ് വീട് സ്വർഗമായിട്ട് മാറുന്നത്. കഥ കേൾക്കണോ മോക്ക്? കഥ കേൾക്കണോ? അത് ശരി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ?
ചിൽഡ്രൻസ് ഡേ. എന്താ ചിൽഡ്രൻസ് ഡേ കുറിച്ച് ശിവാനിക്ക് അറിയുന്നേ? പറയാം. Number 14th is the birthday of our beloved Chacha Nehru. He was the first Prime Minister of India. He loved children very much. He said, "Children are the flowers of my garden, my heart." His birthday is Children's Day. All over India has a mark to respect him. Jai Chacha Nehru, Jai Bharat. Oh, wonderful. Okay. എത്ര മനോഹരമായിട്ടാണ്, എത്ര നിഷ്കളങ്കമായിട്ടാണ് ശിവാനി പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കുഞ്ഞും വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ഈ ഭൂമിയിൽ പിറന്നു വീണത്. അല്ലേ ശിവാനി? ഓക്കെ. ഒരു മഞ്ഞുതുള്ളിയെ പോലെ ആ മഞ്ഞുതുള്ളിയാണ് പിന്നീട് ഒഴുകി അരുവിയായി, പുഴയായി, കടലിലേക്ക് എത്തിച്ചേരുന്നത്. അതൊരു യാത്രയാണ്, ജീവിതയാത്ര. പക്ഷേ ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിന് മുകളിൽ ഒഴുകി തുടങ്ങുകയായിരുന്നു. പോരുന്ന പോക്കിൽ പല കാഴ്ചകൾ കണ്ടു. പൂക്കളോട് കൂട്ടുകൂടി, പുൽക്കൊടികളോട് കൂട്ടുകൂടി മുന്നോട്ട് ഒഴുകുമ്പോൾ ഒരു ചെളിക്കുണ്ട്. ആ ചെളിക്കുണ്ട് മഞ്ഞുതുള്ളിയെ നീട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ആ മഞ്ഞുതുള്ളി അതിനകത്ത് പോയി അതിൻ്റെ നിറം മാറി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കുഞ്ഞിനെയും നശിപ്പിക്കുവാൻ വേണ്ടി ധാരാളം ചെളിക്കുണ്ടുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുള്ള ചുമതല. ഹലോ, അവൾ ഉറങ്ങിപ്പോയി കഥയൊന്നും കേൾക്കാതെ. ഹലോ, തുള്ളിപോൽ നറും മഞ്ഞു വീണലിയുന്ന കുഞ്ഞു പൂവ് പോൽ പൂവിൻ പിഞ്ചിതൾ തരി പോലെ മഞ്ഞു തുള്ളിപോൽ നറും മഞ്ഞു വീണലിയുന്ന കുഞ്ഞു പൂവ് പോൽ പൂവിൻ പിഞ്ചിതൾ തരി പോലെ. ഒരു മഞ്ഞുതുള്ളി പോലെയാണ് ഓരോ കുരുന്നും. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് സ്നേഹമല്ലാതെ, വാത്സല്യമല്ലാതെ നമുക്ക് എന്താ തോന്നുക? പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഈ കുഞ്ഞു പൂക്കളെ പിച്ച് ചീന്തിയെറിയുന്ന, പറിച്ചെടുക്കുന്ന വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് സഹിക്കുവാനാവാത്തതാണ്. അവർ ആ പൂക്കളെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ ചിത്രമാണ്. പക്ഷേ നമുക്കറിയാം, ഈ കുഞ്ഞാണ് നാളെ വളർന്നു വലുതാവേണ്ടത്. അവളാണ് നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിനിയാവേണ്ടത്. അവളാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അവളാണ് എല്ലാം എല്ലാം ആവേണ്ടത്. അവളാണ് കായ്ക്കേണ്ടത്, പുഷ്പിക്കേണ്ടത് എല്ലാം. അവൾ വളർന്നു വലുതാവാൻ അനുവദിക്കണം. ഇത് നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിനി. അവളെ പരിരക്ഷിക്കുവാനുള്ള ചുമതല നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം പലപ്പോഴും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥിനികളെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ സഹോദരിമാരായി കാണുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കണ്ണുകൾ പലപ്പോഴും അടച്ചു കെട്ടുന്നു. നിങ്ങളുടെ ചെവികൾ അടച്ചു കെട്ടുന്നു. നിങ്ങളുടെ വായി മൂടിക്കെട്ടുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ ദുരവസ്ഥയാണ്. അവൾ വളർന്നു വലുതാവേണ്ടതുണ്ട്. അവൾ എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കേണ്ടതുണ്ട്. അവൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നടന്നു കയറേണ്ടതുണ്ട്. അതാണ് ഇനി കാണുവാൻ പോകുന്ന ചിത്രം. ഒരിക്കലും പ്രായം നമ്മളെ കാത്തു നിൽക്കുന്ന, പ്രായത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ നമ്മൾ പലപ്പോഴും മറഞ്ഞു പോകുന്നു.
ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് വളരുന്നു, അവൾ നമ്മുടെ സഹോദരിയായി മാറുന്നു, പിന്നീട് അമ്മയായി മാറുന്നു. നാളത്തെ ഫ്യൂച്ചർ പാരൻസ് ആണ് നിങ്ങൾ എല്ലാവരും. നാളെ വളർന്നു വലുതാവേണ്ട അമ്മമാരാണ് നിങ്ങൾ എല്ലാവരും. ഓരോ കുഞ്ഞിനെയും സംരക്ഷിക്കുവാനുള്ള ചുമതല നമ്മൾ അർപ്പിതമാണ്. ആ കുഞ്ഞ് വളർന്നു വലുതായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മഹത്തായ ലോകം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ സ്വർഗം പണിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വിത്തിനുള്ളിൽ ഒരു വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ വിത്ത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ വൃക്ഷത്തെ കാണുവാൻ സാധിക്കില്ല. പക്ഷേ ആ വൃക്ഷം അവിടെയുണ്ട്. ആ വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുരുന്നുണ്ടാകും. ആ കുരുന്നിനെ ചവിട്ടിമെത്തിക്കാൻ അനുവദിച്ചുകൂടാ. അതിനെ കന്നുകാലികൾ തീറ്റക്കെടുക്കാൻ അനുവദിച്ചുകൂടാ. അതിനെ വളരുവാൻ നമ്മൾ അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞ് വളർന്ന് സംരക്ഷിതമായി വളർന്ന് നമ്മുടെ സഹോദരിയായി പിന്നീട് അമ്മയായി മാറുകയുള്ളൂ. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ. കാണുക, ശിവാനിയുടെ ഈ ഓർമ്മകളുടെ ആൽബത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. ഇത് ഓരോ മലയാളിയുടെയും അമ്മ, നമ്മളുടെ എല്ലാവരുടെയും അമ്മ. നാം സ്നേഹത്തോടു കൂടി, എത്രയോ വാത്സല്യത്തോടു കൂടി നാം അമ്മയായി കാണുന്ന ഒരേ ഒരമ്മ കവിയൂർപ്പനമ്മ. ഈ അമ്മയെ നമ്മൾ അമ്മയായി കാണുന്നു. തീർച്ചയായും നമ്മുടെ മാതാവിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഈ അമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ അമ്മയുടെ നെറുകയിൽ തൊട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ആ പ്രതിജ്ഞ ചൊല്ലുവാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം കെ മുനീർ അവർകളെയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും കുട്ടികളുടെ നേതാക്കളെയും വേദിയിലേക്ക് സഭനെയും ക്ഷണിക്കുന്നു. പ്ലീസ് സർ. മന്ത്രി എം കെ മുനീർ മിനിസ്റ്ററാണ്, അതോടൊപ്പം വലിയൊരു കലാകാരനാണ്, അതിലപ്പുറം ഒരു മാന്ത്രികനാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഈ ജാലവിദ്യ അവതരിപ്പിക്കുക. മന്ത്രി കൈ മുകളിൽ വീശുന്ന സമയത്ത് ആ പൂക്കൾ വീണ്ടും സൃഷ്ടിക്കപ്പെടും. ആ പൂവിൻ്റെ സൗരഭ്യം നമ്മളിലുണ്ടാവും. ആ പൂക്കൾ എന്നും നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കും. കുഞ്ഞുങ്ങൾ പൂക്കളാണ്. ആ പൂക്കൾ നിറയട്ടെ നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ 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 പൂക്കൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് മുകളിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുവാൻ വേണ്ടി, മാജിക് കാണിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പൂക്കൾ നിറയട്ടെ.